ഇവൻ്റെ ഈ ഉമ്മ യാതൊരു തടസ്സവുമില്ലാതെ ഉള്ള ഇവന് ഒത്താശ ചെയ്തു കൊടുത്തോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ശരിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ. കാരണം ഇപ്പോഴും അവർ പറയുന്നത് എന്താണ്? കട്ടിലിൽ നിന്ന് വീണെന്നാണ്. അവരവരെ ഭർത്താവിൻ്റെ അടുത്ത് പോലും പറയുന്ന കട്ടിലിൽ നിന്ന് വീണെന്നാണ്. അതാണ് കാര്യം. ഭർത്താവിനെ കഴിയും കൂടുതൽ അവർ കരുതുന്നത് അവരുടെ ഈ കൊലയാളിയായ മൂത്ത മകനെയാണ്. സർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് പോലീസിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ഇയാൾ കൂട്ടക്കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് മെഡിക്കൽ ബോർഡ് പോലീസിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അഫാൻ നൽകിയ മൊഴിയിൽ തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇയാൾ കൂട്ടക്കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന മൊഴി പോലീസ് വിശ്വസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മൊഴിയും കൊണ്ട് കോടതിയിൽ പോയാൽ കോടതി അത് മുഖവിലക്കെടുക്കുമോ? കോടതിയിൽ ഈ മൊഴിക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? ശരിയായ സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ ശരിയായ തെളിവുകളോ ഡയറക്റ്റ് എവിഡൻസോ ഉണ്ടെങ്കിൽ ഒരു മർഡർ കേസിലും മോട്ടീവിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഒരു എവിഡൻസ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരാളെ കാണാതാകുക, ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുക, അയാൾ അവസാനം വർഷങ്ങളോളം വരുന്നത് കിട്ടുന്നില്ല, അയാൾ എങ്ങും ചെന്നിട്ടില്ല, ഒരു സ്ഥലം വിട്ടുപോയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മോട്ടീവിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഈ കേസിനകത്ത് മോട്ടീവിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ പറയുന്ന അയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും, ഈ അഫാന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. പരിശോധിച്ച് നോക്കിയാൽ, സൈക്കാട്രിസ്റ്റ് നോക്കിയാൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അവരെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇവനതൊന്നും അല്ല, ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അതായത് പ്രീ മെഡിറ്റേറ്റഡ് ആൻഡ് കോൾഡ് ബ്ലഡഡ് എന്ന് നമുക്ക് പറയാം. അതായത് മുൻകൂട്ടി തീരുമാനിച്ച, രക്തം തണുത്തുറപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങളാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന അതിനകത്ത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പിന്നെ ഒന്ന് ചിന്തിച്ച് പോകണം. എന്താണ് കാരണമെന്ന് അറിയണം. കാരണം ഇത് ഇവനെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും വിധത്തിൽ ഇതിനു വേണ്ടി ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് അറിയണം. അതിന് ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റാണ്. അതിനകത്ത് അതിൻ്റെ റീസൺ അറിയണം. അപ്പോൾ സാമ്പത്തിക ബാധ്യതയാണെന്നാണ് അവനിപ്പോൾ പറയുന്നത്. സർ, അതേപോലെ തന്നെ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇവർക്ക് 65 ലക്ഷം രൂപയുടെ കടമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിയുടെ വാപ്പ റഹീം പറയുന്നത് 15 ലക്ഷം രൂപയുടെ കടം മാത്രമേ ഉള്ളൂ എന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് തങ്ങൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെയെല്ലാം വിവരങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഉമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയറി കേസന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാകും? അവൻ്റെ മാതാവ് ചികിത്സ കഴിയുന്നവർ പറഞ്ഞതായിട്ട് ഇങ്ങനെ കാണുന്നു, മാധ്യമങ്ങളിലൊക്കെ കാണുന്നു. അതായത് അത് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അതിന് രേഖയൊന്നുമില്ല. അതായത് ഈ പണം ചില വാങ്ങിച്ചതൊക്കെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ, ബാധ്യതകളൊക്കെ ഡയറിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 65 ലക്ഷം രൂപയോളം ഉള്ള ബാധ്യതയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ടെങ്കിലും ഈ അഫാന്റെ പിതാവിന് ഈ 65 ലക്ഷം രൂപ എന്ന് പറയുന്നത് അയാൾ അറിഞ്ഞ് ഞെട്ടിപ്പോയിരിക്കുകയാണ്. അയാൾക്കറിയില്ല. അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാല, ഈ ഫർസാന്റെ മാല വാങ്ങിച്ചു പണയം വെച്ചു അവിടെ. അപ്പോൾ അത് എടുക്കാനായിട്ട് പൈസ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾ 60,000 രൂപ അയച്ചു കൊടുത്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ മനസ്സിലായത് ഈ മാല എടുത്തു കൊടുത്തിട്ടില്ലെന്നാണ്. അപ്പോൾ ഇവന് പണച്ചെലവ് ഒരുപാട് അധികം ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ വഴിക്ക് എങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല 3 അംഗങ്ങൾ മാത്രമേ ഉള്ള ഒരു കുടുംബം, അവർക്ക് ഈ 65 ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചിന്തിക്കണം. ഒരുപാട് പണച്ചെലവ് ധൂർത്ത് ഈ അഫാൻ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം കാരണം ഒരു വരുമാനമില്ലാത്ത ഒരുത്തൻ കടം വാങ്ങിച്ച് ജീവിക്കാൻ പോയാലോ? മാത്രമല്ല ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ഇവരേതോ ബന്ധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു 50,000 രൂപ കടം ചോദിക്കാൻ പോയി എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പറയുന്നു. അപ്പോൾ പണത്തിൻ്റെ ധൂർത്ത് ഒരു വശത്ത്, അങ്ങനെ പിന്നെ കൂടുതൽ കിട്ടാനില്ല. ആ കൂടുതൽ കിട്ടാനില്ലാത്തപ്പോൾ ചോദിച്ചവർ കൊടുക്കാത്തവരെല്ലാം ബന്ധുക്കൾ അടുത്ത് പോയി കൈ നീട്ടുകയാണ്. അവർ ചോദിച്ചാൽ അവർ കൊടുക്കാത്തപ്പോൾ അവരുടെ അടുത്ത് വൈരാഗ്യം, അതുകൊണ്ട് വൈരാഗ്യം വന്ന് അവർ കൊന്നു എന്നൊക്കെ പറയുന്നതിനകത്തൊരു ചെറിയ നമുക്ക് അത്രയും വിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തോന്നില്ല. പിന്നെ പറയാൻ പറ്റിയല്ല, ചിലപ്പോൾ ഓരോരുത്തരുടെ മാനസിക വ്യാപാരം ആ രീതിയിലായിരിക്കും. ഇവന് മാനസിക രോഗമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ രീതിയിലായിരിക്കും പെരുമാറ്റം. ഏതായാലും അവൻ്റെ ഇതൊക്കെ നേരത്തെ എല്ലാ ഫോറൻസിക് എക്സാമിനേഷനും ഒക്കെ നടത്തി ഇവനെ എന്നെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജീവിതത്തിൽ തവണയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് കണ്ടുപിടിക്കാൻ പറ്റും.
അത് നിർത്തിയാലും അത് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാലത്ത് അവൻ ചെയ്തപ്പോൾ അതിന് വേണ്ടി ചെലവാക്കിയതായിരിക്കാം ഈ പണം, നമുക്കറിയില്ല എന്താണെന്ന്. സർ, പ്രതി അഫാൻ മാനസികാരോഗ്യ വിദഗ്ധനോട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, താൻ ഈ കൂട്ടക്കൊലയിൽ 2 പേരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അനിയൻ അഫ്സാനെ കൊന്നപ്പോൾ ക്ഷീണിതനായി, അതോടുകൂടിയാണ് അവരെ കൊല്ലാനുള്ള പ്ലാൻ ഉപേക്ഷിച്ചത് എന്നാണ്. അപ്പോൾ ഈ പ്രതിയുടെ മാനസിക നില ശരിക്കും എന്തായിരിക്കും? ഇവൻ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടില്ല, ആകെ മദ്യം മാത്രമാണ് കുടിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ കൂട്ടക്കൊലപാതകം ചെയ്യാനുള്ള ഊർജം ഇവന് ലഭിക്കുന്നത്? അത് ശരിയാണ്. ഈ അഫ്ഗാൻ പോലീസിനോട് പറഞ്ഞെന്ന് പറയുന്ന മൊഴിയാണ്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ഇത് വന്ന് കാണുന്നുണ്ട്. അതായത് ഇനി 2 പേരെ കൂടെ തട്ടാനുണ്ടായിരുന്നു, എനിക്ക് കാത്തിരുന്നതാണ്. 2ഓ 3ഓ പേരെയാണ്. ഒരിടത്ത് ഒരു മാധ്യമത്തിൽ 3 കണ്ടു, ഒന്നിൽ 2 കണ്ടു. അപ്പോൾ അവരെയും കൂടെ കൊല്ലാനിരുന്നതാണ്. പക്ഷേ അത് ഈ അനുജനെ കൊലപ്പെടുത്തിയതോടെ മാനസികമായിട്ട് തളർന്നുപോയി. അതോടുകൂടി പിന്നെ വയ്യാതെ വന്നു ചെയ്യാൻ എന്നാണ് ഇവൻ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നത്. ഏതായാലും അതുകൊണ്ട് അത്രയെങ്കിലും കൊണ്ട് നിർത്തിയത് വലിയ കാര്യം. ഇതുപോലുള്ളവന്മാർ ഇറങ്ങി നടന്നാൽ ഈ കാണുന്നതിനെല്ലാം അടിച്ചു കൊല്ലും. അവൻ എന്തെങ്കിലും ചെറിയ വിരോധം മതിയല്ലോ കേട്ടോ, അടിച്ചു കൊല്ലാനേ. ആളുകളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ എന്തെങ്കിലും ചെറിയ കാര്യം മതി, ഒരു ചെറിയ റീസൺ. അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന റീസണാണത്. ഇപ്പോൾ ഒരാളുടെ ഇന്ന് പണം ചോദിക്കും. ഇപ്പോൾ എൻ്റെ ഇന്ന് ഒരാൾ വന്ന് പണം കടം ചോദിക്കുന്നു, എനിക്ക് അയക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല. പല കാര്യങ്ങളും ഞാൻ ഒന്നും എൻ്റെ ഇല്ലെന്ന് പറയും, അല്ലെ എനിക്ക് പണം ഞാൻ നിങ്ങൾക്ക് തരാൻ പറ്റിയല്ല എന്ന് പറയും. അതിന് അയാൾക്ക് വിരോധം വരേണ്ട കാര്യം എന്തോ? എൻ്റെ അടുത്ത് ഒരു സഹായത്തിനൊന്നും ഞാൻ കൊടുത്തില്ല, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊടുക്കാനുള്ള പണം കൊടുത്തില്ലെങ്കിൽ വിരോധം വരാം. അതുകൊണ്ട് ഈ വിരോധം വന്നു എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അയാളുടെ പിതൃ സഹോദരനെ സംബന്ധിച്ചിടത്തോളം എങ്ങാണ്ട് ഇവരേതോ ചിട്ടി പിടിച്ച പണം അയാളുടെ കയ്യിലായിരുന്നെന്നും അയാൾ അത് തിരികെ കൊടുത്തില്ലെന്നും പറയപ്പെടുന്നു. അയാൾ അത് കൊടുക്കാതിരുന്നതിനെ കുറിച്ച് പറയപ്പെടുന്നത് അയാളെ ഇന്ന് നേരത്തെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് അയാളങ്ങ് അപ്രോപ്രിയേറ്റ് ചെയ്തതാണ്, തട്ടിക്കഴിച്ചതാണ് എന്നുള്ളതാണ് അയാളുടെ കാഴ്ചപ്പാട്. ആ രീതിയിലാണ്. എന്തായാലും ശരി, അതിന് റീസൺ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ ബാക്കിയുള്ള ആരുടെ കൊലപാതകത്തിന് എന്താ റീസൺ ഉള്ളത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് മോട്ടീവിന് ഇങ്ങനെ ഇത്രത്തോളം എവിഡൻസ് ഉള്ള ഒരു കേസിൽ മോട്ടീവിന് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. എങ്കിൽ പോലും ഇതിൻ്റെ അന്വേഷണത്തിന് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതറിയണം. കാരണം ഇവൻ എവിടെയൊക്കെ പണം വാങ്ങിയിരുന്നു, അത് അങ്ങനെ വാങ്ങിയിരുന്നോ, ഈ 65 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് ആ അന്വേഷണത്തിൽ പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കണം, ശ്രദ്ധിക്കണം, ശരിയായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം അപ്പോൾ ഇവൻ്റെ പിതാവ് പറഞ്ഞതോടുകൂടി തന്നെ അയാൾ പറഞ്ഞു ഈ പറയുന്ന ബാധ്യതയൊന്നുമില്ല, ഒരു 10-15 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, അയാൾ അറിയാം, അതേ ഉള്ളൂ. വീട് വെച്ചതിന് പോലും കടമില്ലെന്നാണ് അയാൾ പറയുന്നത്. അയാളെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഇതിനകത്ത് ഇവൻ ഇത്രയും 65 ലക്ഷം രൂപ കടം വാങ്ങി ചിലവാക്കണമെങ്കിൽ എന്താണ് ഇവൻ്റെ ഈ ഉമ്മ, അതായത് യാതൊരു തടസ്സവുമില്ലാതെ ഉള്ള ഇവനെ ഒത്താശ ചെയ്തു കൊടുത്തോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ശരിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ. കാരണം ഇപ്പോഴും അവർ പറയുന്നത് എന്താണ്? കട്ടിലയിൽ നിന്ന് വീണെന്നാണ്. അവരെ ഭർത്താവിൻ്റെ അടുത്ത് പോലും പറയുന്ന കട്ടിലയിൽ നിന്ന് വീണെന്നാണ്. അതാണ് കാര്യം. ഭർത്താവിനെ കഴിയും കൂടുതൽ അവർ കരുതുന്നത് അവരുടെ ഈ കൊലയാളിയായ മൂത്ത മകനെയാണ്. അതാണ് ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ നമുക്ക് കാണാൻ. സാർ, ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പെൺകുട്ടികൾക്കും ഒരു പാഠമല്ലേ? കാരണം ഇവിടെ പ്രതി അഫാൻ ഏറ്റവും കൂടുതൽ വൈരാഗ്യം തീർത്തിരിക്കുന്നത് കാമുകിയായ ഫർസാനയോടാണ്. കാമുകനെ വിശ്വസിച്ചാണ് അവൾ കാമുകൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അവൻ ക്രൂരമായാണ് അവളെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കാമുകന്മാരെ വിശ്വസിച്ച് എവിടെയും പോകുന്ന കാമുകിമാർക്ക് ഒരു പാഠം കൂടിയാണോ ഈ കേസ്? ഇത് ഈ ആര് വിളിച്ചാലും ഇറങ്ങിപ്പോകുന്ന ഒരു ശീലം പെൺകുട്ടികൾക്ക് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കേണ്ടതെന്നുള്ളതാണ്. ശരിയാണ്, വളരെ പഠിക്കാതെ, ഒരുത്തനെയും വളരെ അത്രത്തോളം പഠിക്കാതെ അവനൊപ്പം ഇറങ്ങിപ്പോകുന്നത് നല്ലതല്ല. മാത്രമല്ല, ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അവനോടൊപ്പം പോയാൽ നമുക്ക് മനസ്സിലാവും. കാരണം വീട്ടുകാരൊക്കെ സമ്മതിച്ചാണല്ലോ. കൊള്ളാവുന്ന ആളുകൾ, ഇച്ചിരി പ്രായമുള്ള ആളുകളൊക്കെ ഇടപെട്ട് തീരുമാനിച്ചു അവൻ കൊള്ളാമോ ഇല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അന്വേഷണം നടത്തിയെന്ന് നമുക്ക് പറയാം. അതൊന്നുമില്ല. ഇത് സ്വയമേ ഉള്ള അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ അങ്ങ് മതിയായി. പക്ഷേ അവൻ്റെ ഈ വാപ്പായുടെ അതായത് പിതാവിൻ്റെ സഹോദരനുമൊക്കെ ഇതിനെ എതിർത്തതുമാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നതിന്.
അപ്പോൾ അത് ചിന്തിക്കണം. ഇവൻ ഈ 23 വയസ്സുള്ള ഒരുത്തൻ്റെ മാനസിക പക്വത ഉണ്ടോ ഇവൻ്റെ കൂടെ ഇറങ്ങി വരാൻ? എന്ത് കണ്ടുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇറങ്ങി വന്നത്? അതിൻ്റെ മാല എടുത്ത് ഇവന് പണയം വെക്കാൻ കൊടുത്തേക്കുന്നത്, അതവൻ എടുത്തു കൊടുത്തിട്ടുമില്ല. ഇവൻ വിളിച്ചു വന്നു. ഏതായാലും അത് നേരെ കാലയവനിലേക്കുള്ളതിൽ അത് മറഞ്ഞു പോവുകയും ചെയ്തു കേട്ടോ. ഇത് പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ വളരെയധികം പഠിക്കാതെ നിങ്ങൾ ആരോടൊപ്പം ഇറങ്ങിപ്പോകരുത്. കാരണം സമൂഹം ഇന്ന് അങ്ങനെയാണ്. ഇത് ആളുകളെ നമുക്കറിയാൻ ഒരു മാർഗവുമില്ല. പെൺകുട്ടികൾ ആൺകുട്ടികളെ കൊലപ്പെടുത്തുന്ന കാലം, ആ സമയത്താണ് ഇതേപോലുള്ള ഒരുത്തൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഈ രീതിയിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം.